ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പ്രത്യേക സംഘം യോഗം ചേരുന്നു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് യോഗം ചേരുന്നത്. ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലാണ് യോഗം. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ മോഷ്ടാവിലേക്ക് ഇതുവരെ പോലീസിന് എത്താനായിട്ടില്ല. പക്ഷേ പ്രത്യേക സംഘം യോഗം ചേരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? ഈ മോഷണം നടന്ന ഏതാണ്ട് 24 മണിക്കൂറാവുന്നതിനിടയ്ക്ക് യാതൊരു തരത്തിലുള്ള സൂചനയും പോലീസിനെ അക്രമത്തെക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗമാണ് ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതി എറണാകുളം ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നായിരുന്നു പോലീസിന് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കണ്ടെത്തൽ. പക്ഷേ അത് പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രതി തൃശൂർ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയും പോലീസിന് അല്പസമയത്തിന് മുമ്പ് ഒരു വഴിത്തിരിവായി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻ ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതേസമയം തന്നെ ഈ പ്രതി സംസ്ഥാനം വിട്ടു പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം SP പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഹിന്ദിയാണ് സംസാരിച്ചത്. അതുകൊണ്ട് പക്ഷേ ഇയാൾ മലയാളി അല്ലാതാകണമെന്നില്ല. അതുപോലെ തന്നെ മലയാളി ആകാനും സാധ്യതയുണ്ട്. എന്നാലും ഈ പ്രതിയെക്കുറിച്ച് മറ്റ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ വാഹനം സഞ്ചരിച്ച റൂട്ട് വെച്ചുകൊണ്ടാണ് അതിപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്, പട്ടാപ്പകൽ നടന്ന ഒരു കൊള്ളയാണ്. CCTV ദൃശ്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ മോഷ്ടാവിന് കൃത്യമായി തന്നെ ഈ ഫെഡറൽ ബാങ്ക് ശാഖയ്ക്കുള്ളിലുള്ള എത്ര ജീവനക്കാരുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഒരു സൂചനയുണ്ടായിരുന്നതായാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിന് ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മോഷ്ടാവിൻ്റെ ഓരോ പ്രവൃത്തിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിൽ സംസാരിക്കുന്നു, ഹിന്ദിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. തുടർന്ന് പോകുന്ന വഴിയൊക്കെ ആദ്യം ഒരു ദിശയിലേക്കാണെങ്കിലും വളരെ വിദഗ്ധമായി മറ്റൊരു ദിശയിലേക്ക് മാറുന്നു. ഇങ്ങനെ ഒരു കൃത്യമായ ആസൂത്രണം ഈ മോഷ്ടാവിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം ഏത് ദിശയിലാണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പോലീസ് കൃത്യമായി തന്നെ മോഷ്ടാവിലേക്ക് എത്തിച്ചേരുകയാണോ? ഒരുപക്ഷെ അവർക്ക് ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകളും മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ സാധിക്കുകയില്ല. എന്നാലും പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ മോഷ്ടാവിലേക്ക് വളരെ വേഗം എത്തിച്ചേരുമെന്ന്? തീർച്ചയായിട്ടും ഈ പോലീസ് കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ SP പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാളുടെ യാത്ര ചെയ്ത സ്ഥലങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. പോലീസ് ആത്മവിശ്വാസം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വിദഗ്ധമായിട്ടാണ് ഈ ഒരു കളവ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഈ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് എന്നാണ് SPയും DIGയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് ഈ ഉച്ച സമയമാണ് അതിന് തെരഞ്ഞെടുത്തത്. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലാത്ത ഒരു ശാഖയാണത്. ഏതാണ്ട് 3 മിനിറ്റിനകം തന്നെ പ്രതി 3 ബണ്ടിലുകൾ, 5 ലക്ഷത്തിന്റെ 3 ബണ്ടിലുകൾ എടുത്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു കത്തി കാണിച്ചുകൊണ്ട് ഏതാണ്ട് 7ഓളം ജീവനക്കാരുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഈ കാഷ്യറിനെ അടക്കം, പ്യൂണിനെ അടക്കം കത്തി കാണിച്ചുകൊണ്ട് 5 ലക്ഷം രൂപയുടെ 3 കെട്ടുകൾ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആസൂത്രണം. ഹിന്ദിയിൽ സംസാരിക്കുന്നു. ഒരുപക്ഷെ അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. ഏതെങ്കിലും ഹിന്ദി നാട്ടിലുള്ള, അതായത് വടക്കൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഒരു ഓപ്പണന്റഡ് രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. മുൻവിധികളില്ലാതെ എല്ലാ സാധ്യതകളെയും പരിശോധിച്ചുകൊണ്ട് റെയിൽവേ ലൈനുകളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആലുവ റൂറലിലെല്ലാം ഹൈ അലർട്ടാണ് പോലീസ് നൽകിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.